ബ്രോ 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 ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ്റെ യാത്ര. മരിക്കാൻ പോകുന്നത് തൊട്ട് മുൻപേ ബ്രോ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. എങ്ങനെയും ഒന്ന് എന്നെ രക്ഷിക്ക് എന്നായിരിക്കും പാവം ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടാവുക. എന്ത് ചെയ്യാനാ, ഡൽഹിയിൽ നിന്ന് വന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ വിധി. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ വിളി കേട്ടപ്പോൾ, അവസാനത്തെ ഒരു കരുതലായ ഒരു വിളി കേട്ടപ്പോൾ എനിക്കെൻ്റെ സ്വന്തം ബ്രദർ, നമ്മുടെ സഹോദരനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കും. അദ്ദേഹം അവിടെ ബ്രോ ബ്രോ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ചുറ്റുവട്ടത്ത് ആരും ഉണ്ടായിരിക്കണം അല്ലേ, എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കാമായിരുന്നു. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ടീഷർട്ടൊന്ന് ഊരിട്ടുകൊണ്ട് എങ്ങനെയും ആ വീഡിയോ എടുത്ത നേരം കൊണ്ട് ഒന്ന് രക്ഷിക്കാൻ ശ്രമിക്കായിരുന്നു. എന്തിനാണ് നിങ്ങൾ ആ ചെറുപ്പക്കാരനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനൊരു മണ്ടത്തരം ചെയ്തത്? ഇപ്പം എത്ര സ്ഥലങ്ങളിലാണ് നിങ്ങൾ കേൾക്കുന്നത് ഈ പുഴകളിൽ മുങ്ങി മരിക്കുന്ന സംഭവം. എന്താ പറയുക, മരിച്ചു പോയ ഒരാൾ കുറ്റം പറയല്ല. എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയൊക്കെ ഇതുപോലൊരു സ്ഥലം? ഈ സ്ഥലത്ത് ആരും വരാൻ പാടില്ല എന്ന് വിലക്കുകളുണ്ട്. പിന്നെ എന്തിനാണ് ഇതുപോലൊരു സ്ഥലം തിരഞ്ഞെടുത്തത്? കൂടെയുള്ള ആർക്കും നീന്തൽ അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്? ഇതിനൊന്നും ഉത്തരമില്ല. എന്താ പറയുക ഇതിനെക്കുറിച്ചല്ലേ? ഇനി ഒന്നുമില്ല. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ബാക്കി വെച്ചുകൊണ്ടാണ് ആ ഒരു ചെറുപ്പം നമ്മളെ വിട്ടു പോയത്. ആൾക്ക് വേണ്ടി നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം, അല്ലാതെ ഇപ്പം എന്താ പറയുക അല്ലേ?